അതിനുവേണ്ടിയാണ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത്. ഇഷ്ടം കൊണ്ടല്ല ഇതൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് എനിക്ക് ഒരു ഇഷ്ടമില്ല, ഒരു ഇഷ്ടമില്ല. പക്ഷേ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. സാറേ എനിക്ക് മോനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു. സാർ അത് എന്റെ മക്കളെ രണ്ടുപേരെയും എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, എന്റെ അപ്പനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ചെയ്തത് അവനാണ്, കഴുത്തിൽ ഞെട്ടിക്കുന്നത് അവനാണ്. അതുകൊണ്ട് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ്. എന്റെ രണ്ട് മക്കളെ കുഴപ്പമില്ലാതെ എനിക്ക് രക്ഷിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞു. ഇങ്ങനെ കൊന്നു ആരും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇക്ക വന്നതിന് ശേഷം 7 ദിവസമാണ് ഞാൻ അറിയുന്നത് മാമിയെ കൊന്ന്, പിന്നെ എന്റെ അപ്പയെ കൊന്ന്, പിന്നെ ഇക്കായെ കൊന്ന്, ഇത്തായെ കൊന്ന്, പിന്നെ ഫർസാനെ കൊന്ന് എന്നൊക്കെ പറയുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയൂലായിരുന്നു, ഈ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കൂലായിരുന്നു എന്റെ മോനെ രക്ഷിക്കണം എനിക്ക് കാണണമെന്ന് ഞാൻ പറയൂലായിരുന്നു. അഫ്വാൻ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഫെബ്രുവരി 28-ന് സംഭവിച്ച ഈ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അഫ്വാൻ ജയിലിലാണെങ്കിൽ പോലും ആ ഒരു സംഭവം നടന്നിട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല. അത്രയേറെ ആ ഒരു പ്രദേശത്തെ മാത്രമല്ല കേരളം ഒട്ടാകെ ഞെട്ടിത്തെറിച്ച, അതായത് മനുഷ്യ മനസ്സാക്ഷിയെ വരെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു ക്രൂര കൂട്ടക്കൊലപാതകം. ആ ഒരു കൊല തന്നെ ചെയ്തിരിക്കുന്നത് സ്വന്തം ബന്ധത്തിലുള്ള, സ്വന്തം ചോരയിലുള്ള ആളുകൾക്കാണ് ഈ അഫ്വാൻ ഇത്തരത്തിൽ ആ ഒരു ക്രൂര കൊലപാതകം ചെയ്തത്, സ്വന്തം അനിയനെ സഹിതം. ഈ ഒരു കൊലപാതകത്തിന് ഇരയായവർ എട്ടും പൊട്ടും തിരിയാത്ത ചില നിരപരാധികൾ തന്നെയാണ്. ഈ ഒരു ക്രൂര കൊലപാതകം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കുന്ന 2 വ്യക്തികൾ തന്നെയാണ് ഇന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അതായത് നിരപരാധികൾ വളരെ ക്രൂരമായി കൊല്ലപ്പെടുകയും തെറ്റ് ചെയ്തവർ ജീവിക്കാനുള്ള മാനസിക പരിഗണനയും തേടി അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ചേറെ നിർണായക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം. ഫെബ്രുവരി 24-ാം തീയതി തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ കേരളത്തിൽ നടക്കിയ ഒരു അരും കൊലപാതകം നടന്നിരുന്നു. ഈ കൊലപാതകം ആര് മറന്നാലും അന്ന് കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷിയും കൊലപാതകയുടെ അമ്മയുമായ ഷെമി എന്ന മാതാവ് ഒന്നും മറക്കാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ മാത്രം ഓർമ്മയില്ലാതെ വരുന്നത് എങ്ങനെയാണ്? അതെ, മറ്റെല്ലാ സംഭവങ്ങളും അവർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് നടന്ന ആ ഒരു കൊലപാതകത്തെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് ഓർമ്മയില്ല. ഇത് തന്നെയാണ് അവർ മിക്ക മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞതും. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നതും. ഷെമി പറഞ്ഞ പല കാര്യങ്ങളും തൊണ്ടപ്രായത്തെ വിഴുങ്ങാൻ തൽക്കാലം പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തും. ഷെമിയുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണ ഈ ഒരു കൊലപാതകത്തിൽ ഉണ്ടെങ്കിൽ അതും കേസിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടാകും. ഷെമിയും ഒരു പക്ഷെ പ്രതിയായി മാറാനുള്ള സാധ്യതയൊക്കെ. കാരണം ഈ ഒരു മാതാവ് പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവിരുദ്ധം തന്നെയാണ്. അതിപ്പോ പോലീസ് ബുദ്ധി എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവർ പറയുന്നതും എന്താണ് അവിടെ സംഭവം അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴും ആ മകനെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ തന്നെയാണ് ഇത്. അവരുടെ ഈ അടുത്തുള്ള ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. പറയുന്നത് സ്വന്തമായിട്ടൊരു നഖം വെട്ടാൻ പോലും അവന് കഴിയില്ല എന്നാണ്, അവന് അറിയില്ല എന്നാണ്. മുൻപ് പറഞ്ഞത് ഒരു പാറ്റയെ കൊല്ലാൻ പോലും കഴിയില്ല എന്നുള്ളത്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നഖം പോലും അവന് വെട്ടാൻ അറിയില്ല, അതും ഈ ഒരു ഉമ്മയാണ് വെട്ടിക്കൊടുക്കുന്നത് എന്നാണ് അവര് പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. കാരണം ഈ ഒരു കേസ് ഇങ്ങനെ വിടുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ നാട്ടിൽ അഫ്വാൻമാരും അതുപോലെ തന്നെ ഷെമി എന്ന മാതാവിനെ പോലെയുള്ള അമ്മമാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത നിരവധിയാണ്. വളരെ കറക്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള അഫ്വാൻമാരും അതുപോലെ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മാതാക്കളും ഉണ്ടാകും, അത് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഇന്ന് വിരൽത്തുമ്പിലെ ഫോൺ ആപ്പുകൾ വഴി അനവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം നമുക്ക് ഒറ്റ ക്ലിക്കിൽ സമ്പാദിക്കാം. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കടം വാങ്ങി മറിച്ചു നൽകാം. അത് തികയാതെ വരുമ്പോൾ വീണ്ടും പലതും ചെയ്യാം. ഈ അമ്മയ്ക്ക് ആഡംബരം കാണിക്കാൻ ഏതും നമുക്ക് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടും. അങ്ങനെ ആർഭാട ജീവിതം നയിക്കാനായി 6 പേരെ കൊല്ലേണ്ടി വന്ന അഫ്വാന്റെ ഗതികേട് നാളെ നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യനും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് പോലീസിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അതിപ്പം അഫ്വാനായാലും ശരി, അതിന് കൂട്ടു നിൽക്കുന്ന മാതാവായാലും ശരി. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മകൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു മറയായിട്ട് നിന്നത് മാതാവ് തന്നെയാണ്. അത് ഇല്ല എന്ന് നമുക്ക് ആർക്കും നോക്കി പറയാൻ പറ്റില്ല. അവരൊരു മാതാവാണ്, ശരി, സമ്മതിച്ചു. പക്ഷെ മാതാപിതാക്കളാണ് ഒരു മക്കളെ നേർവഴിക്ക് കൊണ്ടുപോയത്. ഇപ്പം മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അതിന് എന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മകൻ ലഹരിക്ക് അടിമയാണ് എന്നറിഞ്ഞ അമ്മ ഈ പുറം ലോകത്തെ അറിയിച്ച് മകന് നല്ലൊരു ചികിത്സയാണ് കൊടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ അവരവരുടെ മകനോടുള്ള സ്നേഹം തന്നെയാണ്. അവന്റെ ആ ഒരു മാറ്റം അവർക്ക് വേണം. അല്ലാതെ ഇവൻ ചെയ്യുന്ന തെറ്റുകൾ മറച്ചു പഠിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റിൽ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെ നമുക്ക് പിന്നെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരും കരുതി കാണൂലേ ഇളയ മകനെയൊക്കെ കൊല്ലും എന്നുള്ളത് കാര്യം ഇവരും ചിന്തിച്ചു കാണില്ല. ഒരു പക്ഷെ അവർക്ക് ആ ബോധമുണ്ടായിരുന്നെങ്കിൽ ഇന്നും ആ ഒരു അഫ്സാൻ എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ തന്നെ ഉണ്ടാകുമായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും സ്വന്തം അനുജനെ അവനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. നിലവിൽ ഇപ്പോൾ കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ തെളിവെടുപ്പിന് ശേഷം വീണ്ടും ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അഫ്വാനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് ഇന്നലെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. പിന്നാലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും മാറ്റി. മൊഴികളിൽ വ്യക്തത വരുത്തുവാനും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പുതുതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുമാണ് കഴിഞ്ഞ ബുധനാഴ്ച അഫ്വാനെ വെഞ്ഞാറമൂട് പോലീസ്
കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊല്ലപ്പെട്ട സുഹൃത്ത് ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ച വിരലടയാളങ്ങൾ അഫാന്റേതുമായി യോജിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ചാറ്റുകളുമായി ബന്ധപ്പെട്ടും അഫാനെ ചോദ്യം ചെയ്യും. കേസിലെ കുറ്റപത്രം 15 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കും. അതേസമയം കേസുകളൊക്കെ അതിൻ്റെതായ മുറയ്ക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്, അഫാൻ എന്ന വ്യക്തി പുറത്ത് വരരുത്. പിന്നെ 23 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജാമ്യം കിട്ടാനോ അല്ലെങ്കിൽ പരോളിന് കൊടുക്കാനോ ഒന്നും ദയവ് ചെയ്ത് അവനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ അനുവദിക്കരുത്, ഒരു കോടതിയും അനുവദിക്കരുത്. പിന്നെ ഈ അടുത്ത് തന്നെ അഫാൻ പറഞ്ഞതാണ് ആദ്യ വഴിയിൽ മുടങ്ങിയ തന്റെ പഠനം പൂർത്തീകരിക്കണമെന്നും. അതൊരു നമ്പറാണ്, ഇതൊക്കെ പറഞ്ഞ് തന്നെ പുറത്തിറങ്ങാനുള്ള നമ്പറാണ്. ശരിക്കും ഇവൻ പുറത്തിറങ്ങിയാൽ അടുത്തത് ഇവൻ ആദ്യം കൊല ചെയ്യുന്നത് ആ ഒരു പിതാവിനെ തന്നെയായിരിക്കും. കാരണം ഇത്രയധികം കൊലപാതകം ചെയ്ത അവനെ ഇനി എന്താണ് അവന് ഒരു പേടി തോന്നുന്നത്? നമുക്കറിയാം, അവരുടെ തെളിവെടുപ്പ് നടന്ന സമയത്ത് പോലും അവൻ പറയുന്ന കാര്യങ്ങൾ ഒരു കുറ്റബോധവും പോലും ഇല്ല, ഒരു മുഖത്ത് പോലും ഒരു ഭാവഭേദ വ്യത്യാസം പോലും ഇല്ലാതെയാണ് അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയുന്നത്. ശരിക്കും അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനില്ലേ എന്ത് മനോഭാവത്തിലാണ് അവൻ ഉള്ളത് എന്നുള്ളത്. അഫാന്റെ മാതാവ് ഷെമി നൽകിയ മൊഴികളിൽ ചിലത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും ഈ ഷെമി പല മാധ്യമങ്ങളോട് ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അത് ഏതായാലും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം അന്ന് എന്താണ് സംഭവിച്ചത് ഷെമിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. എന്നാൽ പിന്നീട് പറഞ്ഞിരുന്നു അഫാൻ എന്നെ ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഷോളിൽ കഴുത്ത് നന്നായി മുറുക്കി എന്നൊക്കെ പിന്നെ പറഞ്ഞു. എന്നാൽ പിന്നീട് മറ്റൊരു ചാനലിൽ വീണ്ടും പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അന്ന് ഭക്ഷണം ഉണ്ടാക്കിയ കാര്യം ഓർമ്മയുണ്ട്, മകനെ സ്കൂളിൽ വിട്ടു എന്ന് ഓർമ്മയുണ്ട്, പക്ഷെ പിന്നെ ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്നു. അതെ, ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ ഇന്റർവ്യൂവിലും അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഓർമ്മയില്ല, ഓർമ്മയുണ്ട്, ഇത് തന്നെയാണ് അവർ ആവർത്തിച്ചത്. എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് അവർ കാര്യങ്ങൾ പറയുന്നില്ല. പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു സംഭവം മാത്രം അവർക്ക് ഓർമ്മയില്ല. എനിക്കറിയില്ല എന്താണ് ആ ഒരു പിന്നെ പ്രത്യേകിച്ച് മരുന്നിന്റെ സെഡേഷൻ കൊണ്ടാണ് ഇതൊക്കെ. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഷെമി ഒന്ന് ഏകദേശം നോർമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അവർ പോലീസിന് കൊടുക്കേണ്ട മൊഴി കറക്റ്റാണ്. അപ്പം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മകനെ രക്ഷപ്പെടുത്താനുള്ള വഴിയല്ല നോക്കേണ്ടത്. മകന് ഇത്തരത്തിൽ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവന് ചികിത്സ നൽകുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉമ്മ എന്ന നിലയ്ക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അന്ന് നടന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയുക. അല്ലെങ്കിൽ മകന് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഓർത്ത് അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ നോക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങുന്നതോടുകൂടി അത് ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ചും ഇനി ആ വെഞ്ഞാറമൂട് പ്രദേശക്കാർക്ക് ഇവനെ പോലുള്ള ആളിന് അല്ലെങ്കിൽ ഇവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉള്ളിൽ ഭയമുണ്ടാകും. അപ്പം അതിനുള്ള ഇടപെടുത്താതെ മകനെ രക്ഷിക്കാനുള്ള ഒരു മാർഗമാണെങ്കിൽ അവൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ സത്യാവസ്ഥ തുറന്നു പറയണം. അല്ലാത്ത പക്ഷം അത് ഒരിക്കലും ആളുകൾ അംഗീകരിക്കുകയില്ല, ഒരിക്കലും വിശ്വസിക്കുകയുമില്ല. എന്നാൽ റഹീം പറഞ്ഞത് ഈ ഒരു ആരോഗ്യപരമായി വളരെ മോശം അവസ്ഥ നിൽക്കുന്ന ഈ ഷെമി വളരെ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാനുണ്ട്. മാത്രമല്ല ഷെമി ഓരോ സമയം പറയുന്ന ഒന്നല്ല മറ്റൊരു സമയം പറയുന്നത്, പരസ്പര വിരുദ്ധമായി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന കാര്യം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നടക്കം റഹീമും പറയുന്നുണ്ട്. എന്തായാലും ശരിക്കും ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അഫാന്റെ വാപ്പ റഹീം ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു മനസ്സലിവുണ്ട്. കാരണം ആ ഒരു പിതാവ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ആ പിതാവിന് മാത്രമേ അറിയാവൂ. പിന്നെ മറ്റൊരു തരത്തിലും ആളുകൾ പറയുന്നുണ്ട്, പിതാവ് ചെയ്യേണ്ട കടമകൾ കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ മകൻ ഇത്തരത്തിൽ ഒരു ധാരാളിയോ അല്ലെങ്കിൽ ധൂർത്തടിക്കാരനോ ഉണ്ടാകില്ല. ചില പ്രവാസികൾക്ക് ഒരു ചിന്തയുണ്ട്, മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് താൻ ഇവിടെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ മകൻ തൻ്റെ വാപ്പ പൈസ എനിക്ക് അയച്ചു തരുന്നുണ്ട്, അപ്പോൾ ഒരു കടം വാങ്ങിച്ചാലും അത് മറിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് മകനും ഇവിടെ കടങ്ങൾ വാരി വലിക്കുകയും അതുപോലെ തന്നെ ഭാര്യ ഷെമിയും ഇതുപോലെ കടങ്ങൾ വാരി വലിച്ചിടുകയും ചെയ്തു. ശരിക്കും ഇത് അദ്ദേഹം ബുദ്ധിമുട്ടിലാണ്, അവിടെ ഒരു കടക്കണിയിൽ പെട്ട് കിടക്കുകയാണെന്നുള്ള കാര്യം ഈ പിതാവും ചിലപ്പോൾ വീട്ടുകാരെ അറിയിച്ച് കാണുമോ ഇല്ലേ അതിനെക്കുറിച്ച് അറിയില്ല. എന്നിരുന്നാലും പിതാവ് പറയുന്ന കാര്യങ്ങൾ ഈ ലോൺ അടയ്ക്കാനുള്ള പൈസയ്ക്ക് അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ അവർ അത് കൃത്യമായിട്ട് അടച്ചിരുന്നില്ല. അങ്ങനെ ലോണിന്റെ പലിശ പെരുകിയാണ് ഇത്രയും രൂപ ആയത് എന്നുള്ളത്. അതുപോലെ തന്നെ ഫോൺ ആപ്പ് വഴിയുള്ള കടങ്ങൾ, മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കടങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ഒരു കടബാധ്യത തന്നെയാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. ശരിക്കും കടങ്ങൾ കൊണ്ട് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നമ്മുടെ നാട്ടിലല്ല, നമ്മൾ ഇങ്ങനെ ഒരു വിവരം കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. ഇപ്പോൾ ഒരാൾ നമ്മളോട് കടം വാങ്ങാനോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ കടം വാങ്ങാൻ ചെന്നാലും പരസ്പരമുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ മനസ്സിൽ പെട്ടെന്ന് മിന്നായം പോലെ വരുന്നത് ഈ ഒരു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം തന്നെയായിരിക്കില്ലേ? എന്തായാലും മാതാവായ ഷെമി മകനെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ മകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടുനോക്കാം. വേറൊന്നുമില്ലായിരുന്നു. ഫോൺ ആപ്പ് വഴി പൈസ എടുക്കുമായിരുന്നു. ഇല്ല, അതൊന്നും അറിയില്ല. ചോദിക്കാറുണ്ട്, ഗെയിം കളിക്കും അവൻ. പിന്നെ കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു. അപ്പൊ ചോദിക്കുമായിരുന്നു, അപ്പൊ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ അടയ്ക്കാൻ അവർ പറയുന്ന കേൾക്കുമായിരുന്നേ. അപ്പൊ ചോദിക്കുമായിരുന്നു പൈസ എന്തൊരു പൈസ എടുത്തപ്പോ പറഞ്ഞ് ഫോൺ ആപ്പ് വഴി പൈസ എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. 2000 രൂപ ഒക്കെ ചോദിക്കും. കൊടുക്കാറുണ്ടായിരുന്നു. അതായത് ദിവസം 2000 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഈ ഒരു മാതാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് മാതാവ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട അല്ലെങ്കിൽ അത് അപകടമാണ് എന്ന് അവർ പറഞ്ഞു.
അത് പറഞ്ഞോ ഇല്ലേന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും മകൻ ചോദിക്കുമ്പോഴെല്ലാം ഈ ഒരു ഉമ്മ പൈസ വാരിക്കോരി കൊടുത്തു. അത് ശരിക്കും മകന് അടുത്ത കടം വാങ്ങാനും അല്ലെങ്കിൽ അടുത്തൊരു കടബാധ്യതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രേരണയായിട്ടാണ് എനിക്ക് തോന്നിയത്. നുള്ളേണ്ട കാര്യങ്ങൾ അപ്പപ്പം തന്നെ നുള്ളിക്കളയേണ്ടതായിരുന്നു. പക്ഷേ ചോദിക്കുമ്പോഴെല്ലാം ഇങ്ങനെ കടം മറിച്ചും വാങ്ങിച്ചൊക്കെ കൊടുത്തോണ്ടിരുന്നപ്പം ആ മകന് അത് തന്നെയായിരുന്നു ഒരു സൗകര്യം എന്ന് പറയാം. പിന്നെ അവന്റെ ഉമ്മയ്ക്ക് കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ നമ്മള് അന്ന് തന്നെ ഒരിടത്ത് പോയി പൈസ ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു, അവർ തന്നില്ലായിരുന്നു. കുഞ്ഞുമാരുടെ അടുത്താണ് പോയത്. ഇവിടെ അവർ പറഞ്ഞത് കേട്ടോ, കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും പോയി കടം മേടിക്കുമായിരുന്നു. അല്ല, ഇവർ എന്തുദ്ദേശിച്ചാണ് പോയി കടം വാങ്ങിക്കുന്നത്? മകന് പബ്ജി കളിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ കടം വാങ്ങാൻ പോയതും? അതും കുഞ്ഞുമാരുടെ അടുത്തൊക്കെയാണ് പോയി കടം വാങ്ങിച്ചത്. അവര് കൊടുക്കാതെ വരുമ്പോ അവരോടുള്ള ശക്തി. പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു, തന്നില്ലായിരുന്നു. അതിനുശേഷം അവൻ വീട്ടിൽ വന്നായിരുന്നു. ഞാൻ അവനൂടെ പോയത്. എന്നിട്ട് നമ്മള് വീട്ടിൽ വന്നായിരുന്നു. 12 മണിയായപ്പോ വീട്ടിൽ എത്തി. അല്ല, ലത്തീഫല്ല, എന്റെ കുഞ്ഞുമായാണ്, തട്ടത്തോലത്തെ കുഞ്ഞുമ. അത് അന്ന് ഫോൺ വിളിച്ച്, തലേദിവസം ഫോൺ വിളിച്ച്, അവർ അവിടെ നിന്ന് ഫോൺ വിളിച്ച് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അറിയില്ല, അതൊന്നും അറിയില്ല. അതറിയില്ല. തട്ടത്ത മലയിലെ ഒരു ഉമ്മയും മകളും തല നാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം അവരും ഈ ഒരു അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരായിരുന്നു. ഈ അഫ്സാനെ കൊന്നത് ശേഷം അഫാൻ ആകെ കൂടി തളർന്നു പോയി എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്തായാലും അവര് രക്ഷപ്പെട്ടു. അവർക്ക് എന്തോ ഭാഗ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അതെ, അതും വിളിച്ചിട്ടുണ്ട്. പിന്നെ ലോണിന് അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ എന്റെ മതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക്. ഈ അഫാനോട് ചോദിക്കില്ലേ ഇങ്ങനെ എങ്ങനെയാണ് ഇത്ര കടം ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഉമ്മ? അവനല്ല കടം, എനിക്കായിരുന്നു കടം. അവനല്ലായിരുന്നു കടം. അവനല്ല, എന്റെ കുടുംബത്തിലായിരുന്നു. എന്റെ വീട്ടില് പിന്നെ ഇത് ലോണൊക്കെ മതിനിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത്. എന്നിട്ട് അടയ്ക്കാൻ അവന്റെ എല്ലാവരും ചോദിച്ചത്, ദിവസം പൈസ ചോദിച്ചത്. ഇവിടെ അവര് പെട്ടെന്ന് മാറി മറിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ടോ? അഫാനല്ല കടം, എനിക്കാണ് കടമായിരുന്നത്. നേരത്തെ ഇവർ എന്താ പറഞ്ഞിരുന്നത്? മകന് കടം ഉണ്ടായിരുന്നു, 2000 രൂപയ്ക്ക് അവര് എന്താ പറയുക ദിവസം കൊടുക്കാണ്ട് ഒരു സാഹചര്യം വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ പോയി കടം മേടിക്കുന്നു ഇവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ അഫാനല്ല കടം ഉണ്ടായത്, എനിക്കായിരുന്നു കടം എന്നുള്ളത്. എന്നുവെച്ച് കിട്ടിയില്ലായിരുന്നു. ഞാൻ മോനെ 9 മണിക്ക് മോനെ സ്കൂളിൽ വിട്ട് പിന്നെ വന്ന് ചായ കുടിച്ച്, അടുക്കളയിൽ വന്ന് ചായ കുടിച്ച്, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ചായ കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ തോന്നി. പിന്നെ ഞാൻ പോയി കിടക്കുകയാണ് ചെയ്തത്. പിന്നെ എന്റെ കൊച്ച് എത്ര മണിക്കാണെന്ന് അറിയില്ല, ഈ ഷാള് കഴുത്തിലിട്ട് ഞെരുക്കിയിട്ട് പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം, പിന്നെ ഞാൻ പോയി ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവര് പറയുന്ന കേട്ടോ, ഷാള് കഴുത്തിലൂടെ മുറുക്കി ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവൻ പറഞ്ഞത്, ഞാൻ ഫർസാനെ വിളിച്ചുകൊണ്ട് വരാം, എന്താണ് നമുക്ക് ആശുപത്രിയിൽ പോവാന്ന്. പക്ഷെ മകൻ പോലീസിനോട് കൊടുത്ത മൊഴി എന്തായിരുന്നു? ഉമ്മയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തത്. അവർ മരിച്ചു എന്ന് കരുതിയാണ് അഫാന് തന്റെ മുതുമുത്തശ്ശിയെ കൊല്ലാനായിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ ഇവിടെ മാതാവായ ഷെമി പറയുന്നത് കേട്ടോ, ഷോള് കഴുത്തിലിട്ട് മുറിക്കിയതിനു ശേഷം മകൻ പറഞ്ഞതാണ് ഫർസാനെ വിളിച്ചുകൊണ്ടോട്ട് നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന്. പക്ഷെ ഇതേ കാര്യം തന്നെ മുൻപ് അവർ പറഞ്ഞത് എന്താണ്, ഇവർക്ക് ഓൾറെഡി ക്യാൻസർ ചികിത്സയിൽ കിടക്കുകയാണ്, അപ്പൊ വയ്യായ്ക ആയതുകൊണ്ട് ഫർസാനെ വിളിച്ചുകൊണ്ട് വരാം, നമുക്ക് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. ഷോള് മുറുക്കുന്നതിന് മുന്നേ ആയിരുന്നു ഫർസാനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ഈ ഒരു അഫാൻ പറഞ്ഞതെന്ന് ഇവർ തന്നെ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് ഷോള് മുറിക്കിയതിനു ശേഷം ഫർസാനെ വിളിച്ചുകൊണ്ട് വരാം, ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ളത്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു. പിന്നെ 2 പേരെ ഞാൻ കാണില്ല. പിന്നെ പോലീസ് വന്ന് സന്ധ്യയ്ക്കാണെന്ന് തോന്നുന്നത് ജനലും കഥവും തള്ളി തുറന്ന് പോലീസ് ഗേറ്റിനകത്ത് കയറുകയും ചെയ്തു. പിന്നെ വെളിയിൽ കൊണ്ടുപോയപ്പോ എനിക്ക് ചെറിയ കണ്ണിന്റെ ഇതുണ്ടായിരുന്നു, ചെറുതായിട്ട് ഈ ഡ്രസ്സൊക്കെ കാണാമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം മുടി വെട്ടുന്ന സൗണ്ടൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. വേറെ ഓർമ്മ എനിക്ക് ഒന്നുമില്ലായിരുന്നു. അല്ല, കസേര ഇരിക്കുന്നില്ല, ഞാൻ തറയിൽ കിടക്കായിരുന്നു. അപ്പൊ എന്റെ മോൻ എന്നെ ഇങ്ങനെ എടുത്തു വെച്ച് എന്നെ എടുത്തു വെച്ചിട്ട് അമ്മ ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞു. തറയിൽ കിടക്കായിരുന്നു തോന്നുന്നു, തറയിൽ കിടന്നിട്ട് എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി വെച്ച്. ഞാൻ 4-5 ദിവസം കോമ സ്റ്റേജിലായിരുന്നു. പിന്നെ ഇക്കായൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അവരൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെ മോൻ മരിച്ചതായിട്ടൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ പിറ്റന്നാണ് പിന്നെ മാമി മരിച്ചെന്നും പിന്നെ ഇക്ക മരിച്ചെന്നും മറ്റേ ഇത്ത മരിച്ചെന്നും ഒക്കെ ഞാൻ അറിഞ്ഞത്. അപ്പാനെ രക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രീകണ്ഠ സാറിന് ഞാൻ പറഞ്ഞത് അപ്പാനെ ഒന്ന് കാണണം. കാരണം അപ്പ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് എനിക്കറിയണം. അഫാനെ രക്ഷിക്കാനല്ല ശ്രീകണ്ഠൻ നായർ സാറിനോട് പറഞ്ഞത്. നമ്മളെല്ലാരും കണ്ടതാണല്ലോ അന്ന് അവർ പറഞ്ഞ വാചകം എന്താണ്? എന്റെ മോനെ രക്ഷപ്പെടുത്തണം സാറേ, ഇറക്കിത്തരണം സാറേ എന്ന് ഇവര് വായാലെ പറഞ്ഞ കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആ വീഡിയോസ് ഇപ്പോഴും ഓടുന്നുണ്ട്. കാണാത്തവർക്കാണെങ്കിൽ അത് കാണാം. അതിനുവേണ്ടിയാണ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത്. ഇഷ്ടം കൊണ്ടല്ല ഇതൊക്കെ ചെയ്തെങ്കിൽ എനിക്ക് അവന്റെ അടുത്ത് എനിക്ക് ഒരു ഇഷ്ടമില്ല, ഒരു ഇഷ്ടമില്ല. പക്ഷെ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്, സാറേ എനിക്ക് മോനെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. സാർ അത് എന്റെ മക്കളെ 2 പേരെയും എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല. എന്റെ അപ്പനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതൊക്കെ ചെയ്തത് അവനാണ്, കഴുത്തിൽ ഞെരിക്കിയത് അവനാണ്. അതുകൊണ്ട് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ്. എന്റെ 2 മക്കളെ കുഴപ്പമില്ലാതെ എനിക്ക് രക്ഷിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞത്. ഇങ്ങനെ കൊന്ന ആരും ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇക്ക വന്നതിന് ശേഷം 7 ദിവസമാണ് ഞാൻ അറിയുന്നത് മാമിയെ കൊന്ന്, പിന്നെ എന്റെ അപ്പയെ കൊന്ന്, പിന്നെ ഇക്കായെ കൊന്ന്, ഇത്തായെ കൊന്ന്, പിന്നെ ഫർസാനെ കൊന്ന് എന്നൊക്കെ പറയുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയൂലായിരുന്നു, ഈ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കൂലായിരുന്നു എന്റെ മോനെ രക്ഷിക്കണം, എനിക്ക് കാണണമെന്ന് ഞാൻ പറയൂലായിരുന്നു.
അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറഞ്ഞ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കണമെന്ന് പറയില്ലായിരുന്നു. അത് സ്വാഭാവികമാണ്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ഭയങ്കര കൺസേൺ ആണ്. അവരിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും മക്കൾ തന്നെയാണ്. അത് ഏതൊരു മാതാപിതാക്കളുമായും ഈ മക്കൾ എത്ര ദുഷ്ടത്തരം കാണിച്ചാലും അവരവരുടെ മക്കൾ അവർക്ക് സ്വന്തം പൊന്ന് തന്നെയാണല്ലേ. അവരെ ക്ഷമിക്കാനും മറക്കാനും അതൊരു തത്വം തന്നെയാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരവരുടെ മക്കളെ രക്ഷപ്പെടുത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തിനാണ് ഇനിയും അങ്ങനെ ഒരു ചെയ്യുന്നത്? കാരണം അഫാന് ഇത്രയും ബ്രൂട്ടലി എല്ലാവരെയും കൊലപ്പെടുത്തി, സ്വന്തം ഇളയ മകനെ വരെ കൊലപ്പെടുത്തി. അപ്പം അവനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവന് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഭേദമാക്കുക. ഒരു മക്കളും ജനിച്ച ഉടനെ കൊലയാളികളാവുന്നതല്ല. ഇന്ന ദിവസം ഞാൻ കൊല ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത്. അവരെ സാഹചര്യങ്ങളും പിന്നെ എന്താ പറയുക, നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിനുള്ള സാഹചര്യങ്ങൾ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ കിട്ടുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെ ആ ഒരു സ്വഭാവം ചേഞ്ചസ് ആവുന്നതും അവിടെ നിന്നാണ്. അതുകൊണ്ട് അഫാൻ ഇനി തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. അവന് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് സത്യസന്ധമായിട്ട് തന്നെ തുറന്നു പറഞ്ഞ് ഒരു പക്ഷേ അഫാനെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ആർക്കെങ്കിലും കൊണ്ട് കഴിയുമായിരിക്കും. ഇല്ല 7-ാം ദിവസം അറിയാം. 5-ാം ദിവസം കൊച്ചു മരിച്ചതായിട്ട് പറഞ്ഞു, 7-ാം ദിവസം മാമിയൊക്കെ മരിച്ചതായിട്ട്. മക്കളെ ഞാൻ 5-6 ദിവസം കൊണ്ട് എന്റെ മക്കളെ ഈ അന്ന് ഹോസ്പിറ്റലിൽ കയറിയപ്പോഴേ എന്റെ മക്കളെവിടെ ഞാൻ മാമാരെടുത്തും കാക്കച്ചിരുത്തും കാര്യത്തും എല്ലായിടത്തും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 6-ാം ദിവസമാണ് ഇപ്പൊ അവിടെ ഗൾഫിൽ നിന്ന് വന്നത്. അപ്പൊ കാക്കച്ചിരുത്ത് ചോദിച്ചപ്പോൾ കാക്കച്ചി പറഞ്ഞു ഇവിടെ ഉണ്ട്, എന്നെ കുഴപ്പമില്ല. കാക്കച്ചി പറഞ്ഞു ഉറപ്പായിട്ടും എന്റെ മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു കാക്കച്ചി എന്റെ മക്കളെ, അപ്പൊ കാക്കച്ചി പറഞ്ഞു എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഇക്കാര്യത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും അവർ പറയുന്നത് ശരിയാണ്. അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മക്കൾ നഷ്ടപ്പെട്ട കാര്യമൊക്കെ അവർ അറിയുന്നത്. പക്ഷേ പിന്നീടും ഈ പല കാര്യങ്ങൾ വന്നപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഇവർക്കെതിരെ തന്നെ തിരിഞ്ഞു. കാരണം ഇവർ കാണിക്കുന്ന ഒരു എന്താ പറയുക കൺസേൺ, മകനോടുള്ള കൺസേൺ, അത് നമുക്ക് അവരെ കുറ്റം പറയുന്ന കാര്യമില്ല. അത് മാതാപിതാക്കൾ അങ്ങനെയാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കൺസേൺ ആയിരിക്കും. ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുക, അതുമല്ല ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാഹചര്യം മാതാവ് തന്നെ ഒരുക്കി കൊടുത്തു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നത്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. മുക്കിൽ ഇപ്പം അഫാനോടൊപ്പം തന്നെ ഈ ഒരു മാതാവ് ക്ഷമിക്കും, അറസ്റ്റ് ചെയ്യണം, 10 വർഷ തടവിലാണ് എന്നുള്ളൊക്കെയുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഇനി അവർക്ക് എന്താണ് അല്ലെങ്കിൽ വിധി എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അഫാനിന് പുറത്തിറങ്ങിയാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ അവന് ജാമ്യം കിട്ടിയാലൊക്കെ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. കാരണം മനുഷ്യനെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനോ സാധിക്കില്ല. നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം, നമ്മുടെ ചെന്താമര കേസ് തന്നെ നോക്കി. അയാൾ പരോളിൽ ഇറങ്ങിയ സമയത്താണ് ബാക്കിയുള്ള ഹിറ്റ് ലിസ്റ്റിലെ അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇനിയും അയാളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്ത് വിശ്വസിച്ച് ഈ ഒരു സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കും? അത് മാത്രമാണ് ഇവിടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മലയാളികൾ ഈ ഒരു ഉമ്മയോട് ചോദിക്കുന്നത് തന്നെ. അപ്പോൾ ഉമ്മ മകനെ രക്ഷപ്പെടുത്താനുള്ള വഴികളാണ് ഇപ്പോഴും നോക്കുന്നത്. പക്ഷേ മകനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആദ്യം അവന് മാനസികമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും അവർ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നല്ല 100% ഉറപ്പാണ്. അതെല്ലാം പുറത്ത് ഈ ഒരു പോലീസിനോട് പറയുകയാണ്. ഒരു പക്ഷേ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ആ മകനെ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകും.